السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وسبحان الله العظيم، ولا حول ولا قوة إلا بالله العلي العظيم. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا إنك أنت الغفور الرحيم، وارحمنا إنك أنت أرحم الراحمين. الله أكبر الله أكبر الله أكبر، لا إله إلا الله والله أكبر، الله أكبر ولله الحمد. أشهد أن لا إله إلا الله وحده لا شريك له، هو الأول والظاهر والباطن وهو على كل شيء قدير. وأشهد أن نبينا وحبيبنا محمدا صلى الله على آله وصحبه وسلم بلغ الرسالة وأدى الأمانة ونصح الأمة. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. قد أفلح من تزكى وذكر اسم ربه فصلى، بل تؤثرون الحياة الدنيا والآخرة خير وأبقى. ബഹുമാന്യരായ വിശ്വാസികൾ, പരമകാരുണികളും ദയാപരവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റബ്ബിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളും പ്രത്യേകിച്ചും രഹസ്യ ജീവിതത്തിൽ പരമാവധി പാലിക്കുവാൻ പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു ഈ വസിയ്യത്ത് നടപ്പാക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ വർഷത്തെ പരിശുദ്ധമായ റമദാൻ വ്രതമനുഷ്ഠിച്ച് അതിനുശേഷം റമദാനിന്റെ പരിസമാപ്തി എന്ന നിലക്ക് ഈദുൽ ഫിത്ർ ആഘോഷിക്കാൻ വേണ്ടി ഇവിടെ ഒരുമിച്ച് കൂടിയ ഞാൻ നിങ്ങളും നമ്മെ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ അടിമകളാവുന്ന ബോധവും ആ റബ്ബിന്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി ജീവിക്കാൻ കടപ്പെട്ടവരെന്ന കാര്യവും ഈ സമയത്ത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സന്ദർഭത്തിൽ എല്ലാവർക്കും ഈദുൽ ഫിത്റിന്റെ ആശംസകൾ നേരുകയാണ്. കുഞ്ഞുങ്ങളുടെ പൂക്കാലമായി പെയ്തിറങ്ങിയ സ്നേഹത്തിന്റെയും സമഭാവങ്ങളുടെയും സുഹൃത്തും പലർത്തി വിശ്വാസി ഹൃദയങ്ങളെ വ്രതമണിയിച്ച വിശുദ്ധ റമദാൻ നമ്മോട് വിട പറഞ്ഞു. രാത്രിയുടെ വിശ്രമമില്ലാതെ ഖുർആൻ പാരായണം ചെയ്തും പ്രാർത്ഥനകളും സ്കാരവും നിർവഹിച്ചും ഭക്തി നിർഭരമാക്കിയ നിമിഷങ്ങൾ അവന്റെ തൃപ്തിക്കായി ഉപയോഗപ്പെടുത്തിയും നമ്മൾ നേരിടേണ്ട ആ വിശുദ്ധ റമദാൻ നമ്മോട് വിട പറഞ്ഞു. വിശ്വാസികളെ കണ്ണീരോടെ യാത്ര പറഞ്ഞ റമദാന്റെ ആരാധന ഒരിക്കലും നമ്മോട് ഇനി വിട പറയാൻ പാടില്ല. നിലനിർത്തുക, സ്വീകരിച്ചു കിട്ടാൻ വേണ്ടി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതാണ് റബ്ബനാ തഖബ്ബൽ മിന്നാ എന്ന ആ പ്രാർത്ഥനയുടെ പൊരുൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അമലുകൾ സ്വീകരിക്കപ്പെടാതിരിക്കാൻ ചില കാരണങ്ങളുണ്ട്. അത് ഉണ്ടാകരുത്. കാരണം ഇന്നലകളിലൂടെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് ആ പഴയ ആ ഒരു കാലഘട്ടത്തിൽ വിദ്യാലയത്തിൽ പഠിച്ച 5ലോ 6ലോ ഒക്കെ പഠിച്ച ഒരു അറിവായിരിക്കാം പലപ്പോഴും നമുക്കുണ്ടായിരിക്കുക. പുതിയ അറിവിനെ തേടിപ്പിടിക്കുന്ന മേഖലകളിലേക്കോ അതേപോലെ തന്നെ അതിന്റെ സംവിധാനങ്ങളിലേക്കോ പലപ്പോഴും നമ്മൾ കടന്നു വരാറില്ല. അതുകൊണ്ട് തന്നെ ശിർക്ക് എന്ന് പറയുന്ന അത് അല്ലാഹു ഒരിക്കലും വെറുക്കാത്ത ആ മഹാപാതകം നമ്മൾ കടന്നു വന്നാൽ നമ്മുടെ അമലൊക്കെ പൊളിഞ്ഞു പോകും. അത് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ലഹബത്തൻ അമൽ, അതെ താങ്കളുടെ അമൽ പൊളിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ അത്തരം സ്ഥൈര്യതകൾ വരാതിരിക്കാൻ, വിശ്വാസരംഗം ശക്തമാക്കി തീർക്കാൻ അത് പ്രഖ്യാപിച്ചവരായിരുന്നു ബദറിന്റെ ചരിത്രത്തിൽ നമ്മൾ എല്ലാവരും. അതുകൊണ്ട് തന്നെ നാം ശീലിക്കേണ്ടതുണ്ട് ആ ഒരു കാര്യം. ശീലിച്ച എല്ലാ നന്മകളും പതിവാക്കുകളും നമ്മുടെ കാരണം സ്വർഗമായിരുന്നു നമ്മുടെ ലക്ഷ്യം. അതിലേക്കുള്ള എല്ലാ മാർഗവും നമ്മളെ അവലംബിച്ചിരുന്നു. അത് നരകബോധമായിരുന്നു നമ്മുടെ മുഖ്യ അജണ്ട. കത്തിയാടിക്കൊണ്ടിരിക്കുന്ന ആ നരകത്തെ കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാട് സ്വീകരിച്ചത് കൊണ്ടാണ് അത്തരം അമലുകളിലേക്കും അത്തരം ചിന്തകളിലേക്കും അത്തരം സൽക്കർമ്മങ്ങളിലേക്കും ഒക്കെ നമുക്ക് ഇറങ്ങിത്തിരിക്കാനുള്ള ആവേശമുണ്ടായത്. അതുകൊണ്ട് തന്നെ ആ കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം ഈദുൽ ഫിത്ർ സന്തോഷിക്കാനുള്ളതാണ്.
അതാണ് നമ്മൾ പ്രഖ്യാപിച്ച നമ്മുടെ തക്ബീറിന്റെ മഹത്വം. അത് പൂർത്തീകരിച്ചു. നമ്മൾ 29 നോമ്പ് നമ്മൾ പൂർത്തീകരിച്ചു. അത് അതിന് നമുക്ക് അവസരം കിട്ടിയ അള്ളാഹുവിനെ നാം സ്തുതിക്കുകയാണ്, മഹത്വപ്പെടുത്തുകയാണ്, അവന്റെ ഏകത്വത്തെ നമ്മൾ ഉദ്ഘോഷിക്കുകയാണ്. ആ ഏകത്വം എങ്ങനെ പ്രഖ്യാപിക്കുന്നു? ഈ ഭൂമിയുള്ളതെല്ലാം നശ്വരമാണ്, നിസ്സാരമാണ്, ഏറ്റവും വലിയവൻ അള്ളാഹുവാണെന്ന പ്രഖ്യാപനമാണ് നാം നിർവഹിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ച്, അതേപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ആ പ്രവാചകനോട് നമുക്ക് കൃത്യമായ സ്നേഹം ഉണ്ടായിരിക്കാറുണ്ട്, ഇത്തിബാ ഉണ്ടാകും. നമുക്ക് ഇവിടെ മതവിലാസത്തിന്റെ ചതിക്കുണികളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരിച്ചറിയേണ്ടതുണ്ട്. ലിബറലിസം എന്ന് പറയുന്ന സ്വതന്ത്രവാദവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഇനി നമുക്കൊക്കെ നമ്മളുടെ കാഴ്ചപ്പാടും തീരുമാനങ്ങളുമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ നമുക്ക് പിടിച്ചു വെക്കാൻ, അവർ പിടിച്ചു വെക്കാൻ, അതെല്ലാം ഇസ്ലാമിന് അന്യമാണെന്ന് പ്രഖ്യാപിക്കാൻ, ഒരിക്കലും ഇസ്ലാമിന്റെ ചട്ടക്കൂട്ടിൽ ഒതുക്കിക്കൊണ്ടുപോകാൻ സാധ്യമല്ലെന്ന് പ്രഖ്യാപിക്കാൻ അത് വിശ്വാസികള് ഇത്തിബാഹു റസൂൽ നമുക്ക് ഉണ്ടായിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്വതന്ത്ര ലൈംഗികത എന്ന ആ ഒരു ദുഷിച്ച ചിന്താഗതി, അതേപോലെ തന്നെ ഒരേ വർഗത്തിലുള്ള ആളുകളുടെ അനുരാഗം, ആ നിലക്കുള്ള വിവാഹങ്ങള്, ആ നിലക്കുള്ള സുവർഗതയുമായി ബന്ധപ്പെട്ടുള്ള അതേ ഒരു കാലഘട്ടത്തിന് ഒരു സമൂഹത്തെ മുറ്റുകൾ നശിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ കാരണമായി തീർന്നത് അതാണ് എങ്കിൽ വിശുദ്ധ പറഞ്ഞത് സുബ്ഹാനല്ലദീ സുബ്ഹാനല്ലദീ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞല്ലോ. എന്താ പഠിപ്പിച്ച ആയത്തിലൂടെ എന്താ പറഞ്ഞത്? നിങ്ങൾ ഇണകളായി സൃഷ്ടിച്ചു, ആ ഇണകളിൽ അത്ഭുതങ്ങളുണ്ട്. അത് അള്ളാഹുവിന്റെ കിട്ടാതെയാണ്. അള്ളാഹുവോട് പ്രയോഗിച്ച പ്രയോഗം സുബ്ഹാൻ എന്ന വാക്കാണ്. അള്ളാഹു എത്ര പരിശുദ്ധനാണ് എന്നാണ്, ജോഡിയാണ്. നിങ്ങളെ സൃഷ്ടിച്ചത് അങ്ങനെയാണ്, ജോഡികളായിക്കൊണ്ടാണ്. ഒരേ വർഗത്തിലുള്ളവരല്ല, ആണാണല്ല, പെണ്ണല്ല, മറിച്ച് ഇണകളായി ജോഡികളായിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ ആ കൃത്യമായ ഒരു കാഴ്ചപ്പാട് ആ ലൈംഗിക ലൈംഗികതയുമായി ബന്ധപ്പെടുത്തി നാം കൃത്യമായി മനസ്സിലാക്കാറുണ്ട്. ഒരിക്കലും ഇസ്ലാം യോജിക്കുന്നില്ല. അതിനെതിരെ ശക്തമായി നമ്മൾ ഇറങ്ങേണ്ടവരാണ്. സൃഷ്ടാവിനോടുള്ള കടമകള് കൃത്യമായി പാലിക്കേണ്ടവരാണ്. സൃഷ്ടികളുള്ള ബാധ്യതകൾ നമ്മൾ നിർവഹിച്ചിരിക്കേണ്ടവരാണ്. അവരുടെ വ്യക്തിയും കുടുംബവും സമൂഹവും കേട്ടുറപ്പുള്ളതാകണം. സഹോദരങ്ങളെ, നാം ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുകയാണ്. നമുക്ക് ചുറ്റും തലമുറകളിലൂടെ ബോംബ് വർഷിച്ചുകൊണ്ടിരിക്കുന്ന, പിഞ്ചു പൈതങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന, നിർണായക നടത്തിക്കൊണ്ടിരിക്കുന്ന ഏകാധിപത്യം വാഴുന്ന ലോകത്ത് നാം മറക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. 33,000-ലധികം മരണം നടന്നു, 70,000-ലധികം അപകടങ്ങൾ സംഭവിച്ചു. അതേപോലെ തന്നെ 12,000-ലധികം പിഞ്ചു പൈതങ്ങള് നിഷ്കരണം കൊല്ലപ്പെട്ടു. നിങ്ങൾ ആലോചിച്ച് നോക്കി വിശ്വാസികളെ, പാടില്ല നമ്മള് ഈ ആഘോഷത്തിന്റെ തിമർപ്പിന് അവരെ കുറിച്ച് നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ്, അവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. നോക്കൂ നിങ്ങൾ, ആശുപത്രിയില്ല, വിദ്യാലയങ്ങളില്ല, വസ്ത്രമില്ല, ഭക്ഷണമില്ല, വീടില്ല, എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. അതുകൊണ്ട് നമ്മുടെ ആഡംബരങ്ങള്, നമ്മുടെ ആഘോഷങ്ങള് അതിന് നിയന്ത്രണം ഉണ്ടാവണം. മാതാപിതാക്കളെ നാം ശ്രദ്ധിക്കുക. മരുമക്കളുടെ ഇഷ്ടത്തിന് തുള്ളിച്ചാടേണ്ടവരല്ല ആണായി പറഞ്ഞ ഓരോ മക്കളും എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതിന്റെ ദുരന്തങ്ങളാണ് നാം ഈ കഴിഞ്ഞ റമദാനിലൂടെ കണ്ട 2-3 വാർത്തകള്. സ്വന്തം പിഞ്ചു പൈതലിനെ കൊന്നൊടുക്കിയ ഒരു പിതാവിന്റെ ചിത്രം, അതേ സ്വന്തം മാതാവിന്, ഭാര്യയുടെ മാതാവിന് അഥവാ അമ്മായിമ്മയെ പിന്നിലൂടെ ചെന്നുകൊണ്ട് കൊന്നുകളഞ്ഞ ഒരു മരുമകന്റെ വാർത്ത. അതോടൊപ്പം തന്നെ നാം ആലോചിക്കണം, ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഭാര്യ ഭർത്താവിന് ഈ വിശുദ്ധ റമദാനിലാണ് വെട്ടിക്കൊന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി. അതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്, മാതാപിതാക്കളെ നാം ഏറെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അവർക്ക് വേണ്ട സേവനങ്ങളിൽ ഒരിക്കലും നമ്മൾ പുറകോട്ട് പോയി കൂടാ. നമ്മുടെ കൂടെ കൂടിയ ആ ഒരു സ്ത്രീയുടെ ഭാര്യയുടെ ഇംഗിതത്തിനൊട്ട് ഒരിക്കൽ നമ്മൾ തുള്ളിച്ചാടരുത്. അത് അപകടത്തിലേക്കാണ്. സ്വന്തം മാതാപിതാക്കളുടെ നിസ്കരണം തള്ളിക്കളഞ്ഞാൽ പിന്നെ ലോകത്ത് ജീവിച്ചിട്ട് എന്ത് കാര്യമാണ്? അതുകൊണ്ട് നമ്മൾ വിസ്മരിക്കാതിരിക്കുക, ഓർമ്മിച്ചു എന്ന് മാത്രം. അതുകൊണ്ടാണ് ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകിച്ചും നാം അതിനെ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ച അത്തരം ദുരന്തങ്ങൾ വരാതിരിക്കാൻ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സ്ത്രീകളോട് അത് നമ്മുടെ വേഷവിധാനങ്ങള് നാം നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കണ്ണുകൾക്ക് റാഞ്ചിയെടുക്കാൻ നാം കാരണമായി കൂടാ. നമ്മുടെ വേഷവിധാനങ്ങള്, പെരുമാറ്റങ്ങള്, എതിർലിംഗത്തോടുള്ള നമ്മുടെ അടുപ്പങ്ങള് നാം ഗൗരവമായി ശ്രദ്ധിക്കണം. സ്വന്തം ഭർത്താവ് ഉണ്ടായിരിക്കെ മറ്റൊരുത്തന്റെ പിന്നാലെ കയറി കൂടാൻ, സ്വന്തം ഭാര്യ ഉണ്ടായിരിക്കെ മറ്റൊരുത്തവരുടെ പിന്നാലെ കയറി കൂടാൻ നമുക്കൊരിക്കലും കാരണമായി കൂടാ. അഥവാ ഭർത്താവിനോടും ഭാര്യയോടുമുള്ള പരസ്പരമുള്ള കടപ്പാടുകളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അത് കൃത്യമായി പാലിച്ചില്ല എങ്കിൽ നമ്മൾ ദുരന്തത്തിന്റെ വഴികളിലേക്കും എത്തിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ വേഷവിധാനങ്ങള് നാം കൃത്യമായി ഉൾക്കൊള്ളണം. സൂചിപ്പിക്കേണ്ടതില്ല, ആവർത്തിക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 വിഭാഗത്തെ പറ്റി പറഞ്ഞപ്പോൾ വിഭാഗം സ്ത്രീകളാണ്. ലം അറഹുമാ ഖൗമുൻ
ഞാൻ അവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത്. എന്താണ് ഒരു പ്രത്യേകത? നിസാഉൽ വസ്ത്രം സ്ത്രീകളാണ്, കാസിയാത്തുകൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷെ ആലിയാത്തുൻ നഗ്നരാണ്, മാഇലാത്തുൻ മുമീലാത്തുൻ മുമീലാത്തുൻ മാഇലാത്തുൻ ആദിയും കുഞ്ഞു കുഴഞ്ഞളവിൽ നടത്തും, തല കാസിമത്തിൽ ബഹുത്തിൽ മാഇല ഒട്ടകത്തിന്റെ കൂണ് പോലെയാണ്. അതിനനുസരിച്ചായിരിക്കും അവരുടെ ചെരുപ്പ് നല്ല ഉയരമുള്ള ചെരുപ്പായിരിക്കും, അതിനനുസരിച്ചായിരിക്കും അവരുടെ മുടി പ്രത്യേകമായിരിക്കും ബാക്കിലേക്ക് ബന്ധിച്ചു വെച്ചതായിരിക്കും. അങ്ങനെ ഒട്ടകത്തിന്റെ കുഞ്ഞ പോലെ ആടിയും കുഞ്ചിയും പോലെ നടക്കുന്ന സഹോദരന്മാരെ വഹ്യസാനിയ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പറ്റി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നാം ഗൗരവത്തിലെടുക്കണം. നമ്മുടെ വേഷവിധാനങ്ങളെ ഇസ്ലാമികമായിരിക്കണം. ഇസ്ലാമിന് പുറത്തു പോകുന്ന ഒരു സംഗതിയും ആ വിഷയത്തിൽ ഉണ്ടായിരിക്കൂടാ. തന്റെ ഭർത്താവിനനുസരിക്കുന്ന, തന്റെ ഭാര്യയോട് കൃത്യമായി സ്നേഹം കാണിക്കുന്ന, നന്നായി പെരുമാറുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാലോ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വർഗ്ഗത്തിന് പ്രവേശനമാകുന്ന കാര്യമാണ് പഠിപ്പിച്ചു. അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സ്വതക്ക നന്നായി ചെയ്യണമെന്ന് സഹോദരിമാരിൽ പറഞ്ഞു, ഭർത്താവ് അനുസരിക്കാമെന്ന് പറഞ്ഞു. കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന നന്മകൾക്ക് പ്രതിഫലമുണ്ട് എന്ന് നാം അറിയുക. കുട്ടികൾക്ക് പിറന്നാളുണ്ട്, അവരെ കൃത്യമായതിനു വേണ്ടി നമ്മൾ ഒരുക്കുക, അവരോടൊപ്പം ആഘോഷിക്കുക, അവർക്ക് സമ്മാനങ്ങൾ കൈമാറുക, പിണക്കങ്ങൾ വെടിയുക, സൗഹൃദങ്ങൾ ഊട്ടി ഉറപ്പിക്കുക, പെരുന്നാൾ ദിനത്തിലെ സുന്നത്തുകളെ കൃത്യമായി നമ്മൾ പാലിക്കുക. ഇവിടെ കൃത്യമായ ചില അജണ്ടകളുണ്ട്. അതുപോലെ തന്നെ വിശ്വാസികളെ നമ്മുടെ സഹോദരിമാരെ കുറിച്ച്, നമ്മുടെ ഭാര്യമാരെ കുറിച്ച്, നമ്മുടെ പെൺമക്കളെ കുറിച്ച് നല്ലൊരു കാഴ്ചപ്പാടുള്ളവരായിരിക്കണം. എന്താണ് ഞാൻ പറയാൻ കാരണം? അവർ ഇറങ്ങിത്തിരിക്കുമ്പോ അവർ ചുണ്ട് വേറെ കോലത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അനാവശ്യമായ ചില കളറുകളാണ് അവർ കൊടുത്തിട്ടുള്ളത്. അവരെ ഉപയോഗിക്കുന്ന മക്കളെയോ പിന്നീട് പുറത്തേക്ക് ഷാളായി മാറുകയാണ്. തല പകുതി വളർത്തിട്ടുള്ളൂ, പകുതി ഉണ്ടായിക്കോണമെന്നില്ല. അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന ദുരവസ്ഥ മറ്റുള്ളവരെ ആകർഷിക്കാനാണെങ്കിൽ സ്വന്തം ഭർത്താവിന്റെ മുമ്പിലാണ് ഈ സൗന്ദര്യം കാണിക്കേണ്ടത്. ആ പ്രകടനം കാണിക്കാൻ അവകാശം സ്വന്തം ഭർത്താവിന്റെ മുമ്പിലാണ്. അതുകൊണ്ട് നാം കൃത്യമായി ഉൾക്കൊള്ളുക, മനസ്സിലാക്കുക. അതിനുവേണ്ടി നാം കൃത്യമായി നമ്മുടെ വേഷവിധാനങ്ങള് ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച രൂപത്തിലാക്കി കൊണ്ടുവരാൻ നാം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പ്രോഗ്രാമുകള് മതത്തിന്റെ വേദി കെട്ടുവ തകർത്തുകൊണ്ടാവരുത്. അതേ ഒറ്റക്കാലം അല്ലാഹുവിനെ മറക്കരുത്. ഓർക്കാൻ സാധിക്കണം. ആ മതിൽ കെട്ടുവ തകർത്തുകൊണ്ട് കടന്നുപോയാൽ നേരത്തെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ, കേട്ടതുപോലെ തന്നെ ആ മക്കളിൽ ഭ്രാന്തിപ്പണിയപ്പോൾ നമ്മൾ ഒരിക്കലും ആവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരു മാസക്കാർ നേടിയെടുത്ത ആ കൃത്യമായ കെട്ടുറപ്പോടുകൂടി സജ്ജീകരിച്ച ആ ഒരു ഊർജ്ജമുണ്ടല്ലോ, അതൊക്കെ ദിവസം കൊണ്ട് കളഞ്ഞു കൊടുക്കുന്നവരായി മാറാതിരിക്കാൻ നാം പൂർണ്ണമായി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നോമ്പ് അവസാനിച്ചു, റമദാൻ നോമ്പ് അവസാനിച്ചു എങ്കിൽ ആ നോമ്പിനോട് നമ്മൾ പറഞ്ഞുവെങ്കിൽ വിശ്വാസികളെ നോമ്പ് ഉണ്ട്, അഥവാ ചൊവ്വാൽ 6 നോമ്പ് അല്ലെ, ആ നോമ്പിനോട് തുടർന്ന് ചൊവ്വാൽ 6 നോമ്പെടുത്താൽ ഒരു വർഷം കൊണ്ട് നോമ്പെടുത്ത കൂലിയ വിശ്വാസികളെ. അതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. റമദാൻ കഴിഞ്ഞാലും നോമ്പുണ്ട് എന്നാണ് സൂചിപ്പിച്ചത്. നാം അതേപോലെ തന്നെ നാം കൃത്യമായി സുന്നത്തുകളെ അനുധാവനം ചെയ്യുന്നവരായി മാറാൻ ശ്രദ്ധിക്കുക. പഴിയാൻ ഞാൻ ആഗ്രഹിക്കുന്നതിന് കാരണം ഇതാ ഇപ്പോൾ തന്നെ ചൂട് തുടങ്ങിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ നമുക്കത് പെട്ടെന്ന് അവസാനിക്കാറുണ്ട്. സൂചിപ്പിക്കുന്നത്, ആവർത്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഈ വിശുദ്ധ റമദാനിലൂടെ നേടിയെടുത്ത മുഴുവൻ ചൈതന്യവും അഥവാ ഭക്തി നിർഭരമായി അതേ അവസാനത്തെ യാമത്തില് തന്റെ 2 കൈകളും മേലോട്ട് ഉയർത്തി കരഞ്ഞുകൊണ്ട് ചെയ്തവർ, പ്രാർത്ഥിച്ചവർ, അതേ തന്റെ പാപങ്ങൾ ഓർത്ത്, അതേപോലെ തന്നെ രാജ്യത്തിന്റെ, നാടിന്റെ, കുടുംബത്തിന്റെ എല്ലാ രംഗങ്ങളും ഓർത്ത്, സ്വന്തത്തിന്റെ പോരായ്മകൾ ഓർത്തുകൊണ്ട് കരഞ്ഞവർ വിശ്വാസികളെ, അത് ഈ അവിടുന്നങ്ങോട്ട് വരും കാലത്തേക്കുള്ള ഊർജ്ജമാക്കി സംഭരിക്കാൻ നമുക്ക് സാധിക്കാറുണ്ട്. അതിനുവേണ്ടി നാം ശ്രമിക്കുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നാം ഒരു ഇലക്ഷനെ സമീപിക്കുക. ഏതാനും ദിവസവും കൂടി കഴിഞ്ഞാൽ നാം അതിലേക്ക് ഒരുങ്ങുകയാണ്. ഇന്ത്യൻ ജനാധിപത്യം അത് പ്രശാപം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അത് തകർക്കാനുള്ള ഗൂഢപ്രവർത്തനങ്ങൾ അണിയറകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു രാഷ്ട്രീയക്കാരനും നമ്മുടെ വീട്ടിൽ വന്ന് ഉപദേശിക്കേണ്ട അവസ്ഥ നമുക്കുണ്ടാവരുത്. സൂചിപ്പിച്ചത് കൃത്യമായ ഒരു ഇന്ത്യന്റെ കാഴ്ചപ്പാടുകള്, ഇന്ത്യൻ മതേതരത്വത്തിന്റെ കാഴ്ചപ്പാടുകള്, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാഴ്ചപ്പാടുകള്, ഇന്ത്യയുടെ സുന്ദരമായ ആ നാനാത്വത്തിലുള്ള ഏകത്വത്തെ ഉദ്ഘോഷിക്കുന്ന എല്ലാം തച്ചു തകർക്കാനുള്ള ഗൂഢമായ പ്രവർത്തനങ്ങള്, രഹസ്യമല്ല പരസ്യമായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നത്. അത് ഈ വരാനിരിക്കുന്ന ഇലക്ഷനോ നിസ്സാരമായ സംഗതിയല്ല. അതിശക്തമായിക്കൊണ്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കേണ്ട ഒരാളുടെയും 18 വയസ്സ് മുതലുള്ള ഒരാളുടെയും വോട്ട് ചോർന്നു പോകാൻ പാടില്ല. അവിടെ വിഭിന്ന കക്ഷികൾ കടന്നു വരാൻ പാടില്ല. ആ ഫാസിസത്തിനെതിരെയുള്ള അതിശക്തമായ മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടുള്ള ആ ഒരു പ്രഖ്യാപനത്തിന്, ആ ഒരു വോട്ട് സംവിധാനത്തെ നിസ്സാരമായി കണ്ടുകൂടാ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പോഴത്തെ എല്ലാ അന്തരീക്ഷങ്ങളും, ഇപ്പോഴത്തെ എല്ലാ സംവിധാനങ്ങളും, ഈ സൗഹാർദ്ദവും എല്ലാ മതങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ അന്തരീക്ഷത്തെ എല്ലാ നിലക്കും ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അത്തരം കുതന്ത്രശാലികളെ വകവരുത്തേണ്ടതും തിരുത്തേണ്ടതും തിരുത്തിക്കുറിക്കേണ്ടതും ആ വോട്ടുബാങ്കിലൂടെ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം നമുക്കുണ്ടാവണം.
ന്യൂനപക്ഷത്തിനെതിരെ NRC-യും CAA-യും കൊണ്ടുവന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് പടപെടുത്തിയവര്, അതിന്റെ പിന്തലമുറക്കാരെ നമ്മള് നാട് കടത്താനുള്ള നിഷ്കാസന പ്രവർത്തനം ചെയ്യുന്ന തന്ത്രങ്ങൾ മെനയുന്ന ആ ഫാസിസത്തിനെതിരെ നമ്മുടെ ഓരോന്നും അത് കൃത്യമായി വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം അവരെ നാം പ്രാർത്ഥിക്കണം. എന്താ? അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹമുനാ, അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹമുനാ. അല്ലാഹുവേ, ഞങ്ങളുടെ കരുണ കാണിക്കാത്ത അധികാരികൾക്ക് ഞങ്ങളുടെ മേൽ അധികാരം നൽകേണ്ട പഠിച്ചോളി എന്ന് പ്രാർത്ഥിക്കാൻ കഴിയണം. മറ്റൊരു പ്രാർത്ഥന, റബ്ബനാ ലാ തജഅൽനാ ഫിത്നതൻ ലില്ലദീന കഫറൂ, അത് അല്ലാഹുവേ ഞങ്ങളെ സത്യനിഷേധികളെ പരീക്ഷ വസ്തുവാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. പ്രാർത്ഥനകളും അതിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അതിശക്തമായ പ്രാർത്ഥനകൾ ഉയരേണ്ടതുണ്ട്. അതുകൊണ്ട് വിശ്വാസികളെ, CAA NRC കൊണ്ടുണ്ടാവുന്ന ഭീഷണികളെ നാം ഗൗരവമായി കാണുക. അനീതിക്കെതിരെ നാം ശക്തമായി പടപെടുക. റിയാസ് മൗലവി വധം അനീതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മാദരി സാഹിബ് അതുമായി ബന്ധപ്പെട്ട അനീതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാബരി മസ്ജിദിന്റെ താഴെക്കൂടങ്ങള് തകർക്കപ്പെട്ടതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീണ്ടും മറ്റൊരു പള്ളികളാണ് തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അനീതിക്കെതിരെ അതിശക്തമായ പോരാട്ടം നമുക്കുണ്ടായിരിക്കുന്നുണ്ട്. ഇവിടെ മതേതരത്വം സംരക്ഷിക്കപ്പെടണം. ഇനി നാം കൃത്യമായി മനസ്സിലാക്കുക. നീട്ടിപ്പരത്തി പറയേണ്ടതില്ല. രാഷ്ട്രീയ അവബോധമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നവർക്ക് അതിശക്തമായി ഈ വോട്ട് ബാങ്ക് നമുക്ക് കൊടുക്കാൻ കഴിയണം. അതേ ഫാസിസത്തിനെതിരെ ശക്തമായി പടവെട്ടാൻ സാധിക്കണം. ആ ഇന്ത്യന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടവെത്തിയ ആ ആളുകളെ പിന്തുണ വെക്കാനായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റെടുക്കേണ്ടവരാണ്. ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ അതേ ബദറിന്റെ ചരിത്രം അഥവാ വിശ്വാസത്തെ അരക്കിട്ട് ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഇനി നമ്മുടെ മുമ്പിൽ മറ്റൊരു വിഷയം കിടക്കുന്നത് എന്നാണെങ്കിൽ ഹജ്ജുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഹജ്ജിന്റെ ക്യാമ്പുകള്, അതിന്റെ ക്ലാസുകള്, അതിനെ എന്താ പറയുക, സെലക്ഷൻ കിട്ടിയ ആൾ പ്രത്യേകിച്ചും എല്ലാത്തവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയ സംവിധാനം അതിന് നമ്മുടെ കേരളക്കരയിൽ ഇഷ്ടംപോലെ സംവിധാനങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്. ആ ക്യാമ്പ് പരമാവധി എവിടെയുണ്ട് ഉപയോഗപ്പെടുത്തുക. ധാരാളമായി നാം പ്രാർത്ഥിക്കുക. വിശ്വാസികളെ, വിശുദ്ധ റമദാൻ നമ്മൾ ആഗ്രഹിച്ചു, ഇടയ്ക്കൊക്കെ ഒരു മഴ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ അതിശക്തമായ ചൂടിനേറ്റാണ് നാം വിശുദ്ധ റമദാനിലേക്ക് സമാപിച്ചു വന്നതെങ്കിൽ അത് നമുക്ക് അല്ലാഹു അനുകൂലമാക്കിയതായിരിക്കാം. അതുകൊണ്ട് നാം മനസ്സിലാക്കുക, നമുക്ക് ആവശ്യം ഇപ്പോൾ മഴയുടെ അതിശക്തമായ ആവശ്യമായി കടന്നു വന്നിരിക്കുന്നു. നാം പ്രാർത്ഥിക്കുക, മഴയ്ക്ക് വേണ്ടിയും നാം പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ വിശ്വാസികളെ, നാം ഇത് കഴിഞ്ഞു പോകുമ്പോ, ഈ നമസ്കാരവും ഈ കുട്ടികളെ കഴിഞ്ഞു പോകുമ്പോ വിശ്വാസികളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു സുന്നത്ത് കൂടിയാണ് സദഖ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഈ സന്ദർഭത്തിൽ നാം അത് പ്രത്യേക ഗൗരവത്തിൽ എടുക്കണം, മനസ്സിലാക്കണം, വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമദാനിലൂടെ കടന്ന് ഒരുപാട് അതേ പിരിവുകാർ വന്നപ്പോഴും ഒരു മനസ്സ് നമുക്ക് തോന്നിയില്ല. നമ്മുടെ കയ്യിൽ അത് കൊടുക്കാൻ നമുക്ക് സാധിച്ചു. ആ തൃപ്തിയാണ് അല്ലാഹു പരിഗണിക്കുക. നമുക്ക് എത്രയും കൊടുക്കാൻ കഴിഞ്ഞു എന്നതല്ല, ഉള്ളിൽ തൃപ്തിപ്പെട്ട് കൊടുക്കാൻ സാധിച്ചു. അവിടെയാണ് നമ്മുടെ മനസ്സംതൃപ്തി, അവിടെയാണ് അല്ലാഹു പരിശോധിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിശുദ്ധ റമദാനിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഇന്നത്തെ അടക്കമെല്ലാമുള്ള സദഖകൾ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. വിശുദ്ധ റമദാൻ നാളെ പരലോകത്ത് സാക്ഷി ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആ വിശുദ്ധ റമദാനിലൂടെ നാം നിർവഹിച്ച റമദാൻ അഥവാ തറാവീഹ് നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. അവസാനത്തെ യാമങ്ങളിൽ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചുകൊണ്ട് ഇത്തികാഫിലുള്ളവർ, അതേ വീടുകളിൽ സഹോദരന്മാരുണ്ടാവാം, രോഗികളുണ്ടാവാം, എല്ലാവർക്കും അല്ലാഹു ആ ഖിയാമുൽ ലൈൽ അഥവാ ഖിയാമ് ആ ഇത്തികാഫിലൂടെ നേടിയെടുത്ത ആ ഖിയാം റമദാനിൽ നേടിയെടുത്ത ആ ലൈലത്തുൽ ഖദ്റിൽ നേടിയെടുത്ത ആ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ച ആ പുണ്യമുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കി തന്ന ആ മാസക്കാലത്ത് ഏറ്റവും സുന്ദരമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഇതാ ഈ ഈദ്ഗാഹിൽ ഒരുമിച്ച് കൂടിയവരെ നാം വ്യക്തക്കാരോട് മനസ്സിലാക്കുക, ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കേണ്ടതില്ല. ശമാഅത്തുകൾ സജീവമായി കടന്നു പോകട്ടെ. പ്രത്യേകിച്ച് സുബഹിന്റെ ജമാഅത്തുകൾ നാം കൃത്യമായി ശ്രദ്ധിക്കുക. സഹോദരിമാരെ പ്രത്യേകം ശ്രദ്ധിപ്പിക്കുകയാണ്. നമ്മുടെ ഭർത്താക്കന്മാര്, നമ്മുടെ വീട്ടിലെ മക്കളെ, അവർ വീട്ടിലുണ്ടോ, അവർ വീട്ടിലെത്തുണ്ടോ, കൃത്യമായ ജമാഅത്ത് നമസ്കാരത്തിന് അവരെ പറഞ്ഞയക്കാൻ ശ്രദ്ധിക്കുക. കൂടുതൽ നമുക്കുണ്ടല്ലോ, നാം പൂർണ്ണമായി കാണുക. അതോടൊപ്പം തന്നെ സഹോദരിമാര്, അതെന്താണ്, ഇതാ സ്വല്ലത്തുൽ മറഅതു ഖംസഹ, കൃത്യമായി ആ സമയത്ത് ബന്ധിതമായിക്കൊണ്ട് നമസ്കാരം നിർവഹിക്കുക. അലക്കലും കുളിക്കലും തുടക്കലും എല്ലാം കഴിഞ്ഞ് അസറിന്റെ കൂടെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. കൃത്യമായ ജമാഅത്തിന് ആ നമസ്കാരങ്ങൾ സമയത്തിനോടുകൂടി നിർവഹിക്കാൻ വേണ്ടി നാം ശ്രദ്ധ വെക്കുക. അതോടൊപ്പം തന്നെ നോമ്പിന്റെ കാര്യത്തിലും തന്റെ ഭർത്താവിനെ ചരിക്കുന്ന കാര്യത്തിലും ഒക്കെ ശ്രദ്ധയുണ്ടായാൽ, തന്റെ ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധയുണ്ടായാൽ, നാളെ പരലോകത്തെ അല്ലാഹുവിന്റെ വല്ലാത്തൊരു സമ്മാനമുണ്ട് നമുക്ക്. എന്താ അവർ പറയുന്ന വാക്കെന്താണ്? ഇഷ്ടമുള്ള സ്വർഗ്ഗത്തിന്റെ കവാടത്തിലൂടെ കടന്നുകൊള്ളുക എന്ന് പറയുന്ന ആ മഹാസൗഭാഗ്യവന്മാരിൽ ഉൾപ്പെടാൻ വേണ്ടി
അതിനുവേണ്ടി ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് രോഗികളുണ്ട് നമ്മുടെ കൂടെ, ഇരിക്കുന്നവരുണ്ട്, അതുപോലെ ആശുപത്രികളുണ്ട്, വീടുകളുണ്ട്, അതുപോലെ തന്നെ പ്രയാസം അനുഭവിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. കിഡ്നിയുമായി ബന്ധപ്പെട്ട്, ലിവറുമായി ബന്ധപ്പെട്ട്, മറ്റ് പല രോഗങ്ങളുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ അള്ളാഹു എല്ലാവർക്കും പരിപൂർണ്ണ ശിഫയും ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ പോലും വരാൻ കഴിയാതെ പ്രയാസപ്പെട്ടുകൊണ്ട് വീടിനകത്ത് കഴിഞ്ഞവരുണ്ടാവാം. അള്ളാഹുക്കെല്ലാം അതിന്റെ പ്രതിഫലം നൽകുമാറാകട്ടെ. അവർ പ്രയാസങ്ങൾക്ക് അള്ളാഹു അവധി നൽകി ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. എല്ലാവർക്കും അള്ളാഹു സമാധാനവും ആശ്വാസവും സഭാത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂടെ ഒരു കാലഘട്ടത്തിൽ മറ്റൊരു സന്ദർഭത്തിൽ വിശുദ്ധ റമദാന്റെ 10 കഴിഞ്ഞു പോയവരുണ്ട്, വിശുദ്ധ റമദാൻ മുമ്പ് കഴിഞ്ഞു പോയവരുണ്ട്, 2ാമത്തെ 10 കഴിഞ്ഞു പോയവരുണ്ടാവാം, 3ാമത്തെ 10 കഴിഞ്ഞു പോയവരുണ്ടാവാം, ഇന്നലെ വരെ ഉണ്ട്. സഹോദരങ്ങളെ, മരണപ്പെട്ട ഒരുപാട് സഹോദരങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, ആദർശബന്ധുക്കൾ, പണ്ഡിതന്മാർ, എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആന്റെ പാരായണം അത് കൃത്യമായി നിർവഹിച്ച് നമ്മളെല്ലാവരും ഓരോ സമയത്തും നമ്മൾ 2ഉം 3ഉം ദിവസങ്ങൾ എഴുതി തീർത്തവരാണ്, 4ഉം 5ഉം തവണ ഖത്തം തീർത്തവരുണ്ട്. വിശ്വാസികളെ, ഓരോ അക്ഷരത്തിന്റെ കൂടെ നമുക്കറിയാലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സാക്ഷി പറയുന്ന ആ മഹാസൗഭാഗ്യവാന്മാരിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. വിശുദ്ധ റമദാനിന്റെ രാത്രികളെ പകലുകളെ നോമ്പെടുത്തുകൊണ്ട് സജീവമാക്കിയവരാണ് നമ്മളെല്ലാവരും. നാളെ ഷാഫിയായി കടന്നു വരുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ, അതേ ഇത് അവധിക്കാലമാണ്. നമ്മുടെ മക്കളെ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കൾ കരുതലോടുകൂടി അവധിക്കാലങ്ങളിലാണ് മക്കളുടെ മിസ്സായിക്കൊണ്ടിരിക്കുന്നത്, ദുരന്ത വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അശ്രദ്ധ മൂലമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തടസ്സങ്ങളായിരിക്കാം. എന്തായാലും നമ്മൾ ഗൗരവമായി കാണുക. നമ്മുടെ മക്കളെ ഏറെ ശ്രദ്ധിക്കണം. കഴിയുന്നത്ര വിശുദ്ധമായി ഈ 2 മാസക്കാലത്ത് ബന്ധപ്പെട്ടാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗൗരവമായി സൂചിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 15-ാം തീയതി അഥവാ പെരുന്നാളെല്ലാം കഴിഞ്ഞ് ഈ ഏപ്രിൽ 15-ാം തീയതി മുതൽ നമ്മുടെ മദ്രസ തുറക്കുകയാണ്. തുറന്നാൽ പരീക്ഷയോടൊപ്പം 15-ാം തീയതി പരീക്ഷ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ ഇനിയുള്ള ദിവസങ്ങളിൽ പാഠഭാഗങ്ങൾ വായിക്കാനും പഠിക്കാനും പ്രത്യേകം ഓർമ്മപ്പെടുത്തണം. അത് കഴിഞ്ഞാൽ 20-ാം തീയതി മുതൽ അതവിടെ അങ്ങോട്ടുള്ള കുറച്ച് ദിവസങ്ങൾ 5ഉം 7ഉം ക്ലാസ്സിലെ കുട്ടികൾക്ക് പൊതുപരീക്ഷയാണ് മദ്രസിന്റെ. ആ കുട്ടികൾ അതിനുവേണ്ടി സജ്ജമാക്കാൻ, ആ ദിവസങ്ങളിൽ മദ്രസിലേക്ക് എത്തിക്കാൻ രക്ഷിതാക്കൾ പൂർണ്ണമായും ശ്രദ്ധിക്കണമെന്ന് കൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഇങ്ങനെ ഓരോ സന്ദർഭത്തിൽ നമ്മുടെ മക്കളെ ഗൗരവത്തിൽ എടുത്തുകൊണ്ട് അവരുടെ ചലനങ്ങൾ നീക്കം തിരിച്ചറിഞ്ഞുകൊണ്ട് പെരുമാറാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും നമ്മൾ ശ്രദ്ധ ഉണ്ടാവണമെന്ന് കൂടി അവസാനമായി സൂചിപ്പിക്കുകയാണ്. വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കൺകുളിർമയുള്ള മക്കളെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൺകുളിർമയുള്ള മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൺകുളിർമ നൽകുന്ന സന്താനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതില്ലാത്തവരുണ്ട്, അല്ലാഹുവർക്കെല്ലാം സ്വാലിഹായ സന്താനത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റം എത്തിയിട്ടും ഒരുപാട് പ്രയാസം സഹിച്ചിട്ടും നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, മാതാപിതാക്കളുണ്ട്. അവർക്കൊക്കെ നമ്മുടെ പ്രാർത്ഥനകൾ ഉയരേണ്ടതുണ്ട്. അകലങ്ങളിലുണ്ട്, നമ്മുടെ മക്കളുണ്ട്, ഗൾഫ് രാജ്യങ്ങളിൽ ചേട്ടാന്തന്മാരുണ്ട്, മാതാപിതാക്കളുണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മുടെ പ്രാർത്ഥന ഉയരട്ടെ. അവര് കുടുംബജീവിതത്തിന്റെയും അതേപോലെ തന്നെ മുന്നോട്ടുള്ള ഗമനത്തിന് വേണ്ടി ഒക്കെ അവര് അങ്ങോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും കടന്നു വരേണ്ടതുണ്ട്. നമ്മുടെ ചുറ്റും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പടവളപ്പുണ്ടല്ലോ, അതൊക്കെ അവസാനിക്കും സഹോദരങ്ങളെ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ കടന്നു പോകേണ്ടത് ആരുടെ മണ്ണിലേക്കാണ്, കബറാകുന്ന തുണിയിലേക്കാണ്. അവിടെ പണക്കാരെന്നോ പണിക്കാരെന്നോ രാജാവെന്നോ പ്രജകളെന്നോ യാതൊരു വ്യത്യാസമില്ല. വിശ്വാസികളെ, ആരുടെ മണ്ണിൽ മാത്രം ആ മണ്ണിലേക്ക് ഇറക്കി വെക്കുമ്പോ നമ്മുടെ കയ്യിലുണ്ടായിരിക്കുന്നത് എന്താണ് ഖുർആന്റെ പ്രകാശമായിരിക്കണം. ആ പ്രകാശത്തെ നെഞ്ചിലേറ്റി ഇനിയും തുറന്നങ്ങോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. അല്ലാഹു നിലനിർത്തി പെരുമാറാകട്ടെ. സഹോദരങ്ങളെ, മരണപ്പെട്ടവരെ കുറിച്ച് സൂചിപ്പിച്ചു. ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് വേണ്ടി സഹിച്ചവരാണ് അവരെല്ലാവരും, പലരും മാതാപിതാക്കളും ഒക്കെ. അവർക്കുള്ള പ്രാർത്ഥനകൾ നമ്മുടെ മനസ്സുകളിൽ എപ്പോഴും കടന്നു പോകണം. പ്രത്യേകിച്ച് നമ്മുടെ മഹല്ലുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പരിശോധിച്ചാൽ ഒരുപാട് കാണാൻ സാധിക്കും. ഞാൻ വിശദീകരിക്കുന്നില്ല. ഏകദേശം സഭകളെ കൊണ്ട് നിറഞ്ഞു പോകുന്ന ആളുകളാണ് നമ്മൾ വിട പറഞ്ഞത്. വിശ്വാസികളെ, ഒരു കാലഘട്ടത്തിൽ നേതൃത്വം കൊടുത്തവരാണ്, പാണ്ഡിത്യങ്ങൾ നേതൃത്വം കൊടുത്തവരാണ്, സംഘടനാ രംഗത്തോട് നേതൃത്വം കൊടുത്തവരാണ്, അറിവിന്റെ നേരെ നേതൃത്വം കൊടുത്തവരാണ്. അതേപോലെ തന്നെ എല്ലാ രംഗത്തും ഒത്തൊരുമിച്ച് മെയ്യോടുകൂടി കൈപിടിച്ചുകൊണ്ട് ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചവരാണ്. എനിക്ക് അവസാനമായി ഓർമ്മ വരുന്നത് പിന്നെ നമ്മുടെ കുട്ടിമാസാണ് അബ്ദുൾ മാസ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഓരോ മക്കളെ തെറ്റുകൾ കാണുമ്പോ ചൂണ്ടിക്കാണിക്കുമ്പോ ചെറിയ വ്യത്യാസമില്ലാതെ സഹോദരങ്ങളെ ആത്മഹത്യണ്ടാക്കിയ ആ പെരക്കകത്ത് മാസങ്ങൾ കഴിഞ്ഞുകൂടിയുണ്ടെന്നറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കബറാകുന്ന ബർസഖ് ലോകത്ത് സ്വന്തമായി വീട് നൽകി, സ്വർഗീയമായി വീട് നൽകി, അനുമതികൾ ധന്യമാക്കി ആ ഖബറിനെ വിശാലമായി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സൂചിപ്പിച്ചത് അങ്ങനെ ഒട്ടനവധി ആളുകളുടെ കുടുംബങ്ങളിൽ, അയൽവാസികളുടെ എല്ലാവരിലേക്കും നമ്മുടെ ദുആകളെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. രാജ്യത്തിന്റെ പോക്കിനെ കൃത്യമായി ഉൾക്കൊള്ളുക. അതുവരെ സൂചിപ്പിക്കാൻ എനിക്ക് അതാണ് ഈ സന്ദർഭത്തിൽ. അതുകൊണ്ട് നമ്മൾ ആ സമ്മതിദാനാവകാശമല്ലോ കൃത്യമായി നമ്മൾ ഓർമ്മപ്പെടുത്തുക. അങ്ങനെ നമുക്ക് കിട്ടിയ അവസരങ്ങളെ പാഴാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നേടിയെടുത്ത ഊർജ്ജം, നേടിയെടുത്ത ഊർജ്ജം
അത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കെല്ലാം തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ചെറുതും വലുതുമായ പാപം അല്ലാഹു അവന്റെ മഹത്തായ പദവി കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം പ്രയാസപ്പെടുന്നവർ അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർ മാഫത്ത് മർഹമത്ത് നൽകുമാറാകട്ടെ. കടങ്ങളുടെ പ്രയാസപ്പെടുന്നവർ എല്ലാവർക്കും അല്ലാഹു ശിഫിന് ആശ്വാസങ്ങൾ നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. اللهم انصر من نصر الدين. اللهم انصر إخوان المسلمين في كل مكان الذين يجاهدون لإعلاء كلمة لا إله إلا الله. اللهم انصر إخوان المسلمين في فلسطين. اللهم أنجِ المستضعفين في المؤمنين في غزة. اللهم انصرهم. اللهم انصرهم. اللهم انصرهم. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. اللهم منزل الكتاب ومجري السحاب وحاسم الأحزاب اهزمهم واكسرنا عليهم. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اجعلنا ممن أدرك ليلة القدر يا الله. اللهم اجعلنا ممن أدرك ليلة القدر يا الله. اللهم اجعلنا ممن أدرك ليلة القدر يا الله. اللهم أحسن عاقبتنا في الأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة. اللهم أحد علينا شهر رمضان. اللهم أحد علينا شهر رمضان. اللهم أحد علينا شهر رمضان. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا صلاتنا وصيامنا ودعاءنا وصدقاتنا وتقواتنا وتلاوتنا وجميع أعمالنا يا أرحم الراحمين. وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. നമ്മുടെ കുട്ടികളുടെ ലഡു തയ്യാറാക്കിയിട്ടുണ്ട്. അത് വാങ്ങിച്ചു പോകാൻ വേണ്ടി എല്ലാവരും അതോടൊപ്പം ഈദ്ഗാഹിൽ ദാനധർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ ഒരു പ്രത്യേക മര്യാദയാണ്. ഇവിടെ സനാബിൽ സംഘടിപ്പിച്ച ഒരു ഖുർആൻ പാരായണ മത്സരം ഉണ്ടായിരുന്നു. അത് സമ്മാനം കിട്ടിയ 2-3 കുട്ടികളുണ്ട്. അവർക്കുള്ള സമ്മാനദാനം കൂടി ഈ ആഘോഷ വേളയിൽ കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ കുട്ടികൾ ഇങ്ങോട്ട് മുന്നോട്ട് വരണമെന്ന് പ്രത്യേകം സൂചിപ്പിച്ചു. സത്വ വിഭാഗത്തിന് 2ാം സ്ഥാനം ലഭിച്ച അജുവ എം. അജുവ എം അജുവ അത് കൊടുക്കാൻ 3ാം സ്ഥാനം ലഭിച്ച അഹ്ദിയ കെ പി. അഹ്ദിയ കെ പി 3ാം സമ്മാനം ലഭിച്ച അഹ്ദിയ കെ പി. ജൂനിയർ വിഭാഗത്തിൽ വിളംബര സെക്കൻഡ് ലഭിച്ച സമഹാൻ കെ ടി. ശുക്രൻ.